തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആഴ്ചവട്ടത്തിൻ്റെ ഈ ബുധനാഴ്ച ദിവസം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 30 വെള്ളിക്കാശിന് ഒരു മനുഷ്യൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. കൂടെ നടന്ന അത്ഭുതങ്ങൾ കണ്ടവൻ. അവൻ എന്താണ് അവൻ ഉദ്ദേശിച്ചെന്നറിയത്തില്ല. 30 വെള്ളിക്കാശ് കൊണ്ട് അവൻ എന്ത് ചെയ്യാനെന്ന് അറിയത്തില്ല. അക്കൽദാമ, രക്തനിലവെന്ന അർത്ഥമുള്ള അക്കൽദാമ വാങ്ങി കെട്ടിയാന്ന് ചത്തു. ഒരു പ്രവചന നിവൃത്തിയുടെ ഭാഗമാണ്. എന്നാലും പണം അവന് ഇഷ്ടമായിട്ട് തോന്നി. പണം അവന് ഇഷ്ടമായി തോന്നി. അപ്പോൾ അവന് പണം ഇഷ്ടമായി തോന്നുന്നതുകൊണ്ട് അതിനകത്തങ്ങ് വീണുപോയി. അവന് എറിഞ്ഞു കളഞ്ഞു. യേശുവിനെ ന്യായമില്ലാതെ അന്യായമായി യേശുവിനെ വിസ്തരിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, ക്രൂശിൽ തറയ്ക്കുമ്പോൾ അവൻ്റേതായ രീതിയിൽ മാറിപ്പോയി. അവൻ ആത്മഹത്യയുടെ വക്കിലായിപ്പോയി. പണം അതിവിടെ കൊണ്ടെത്തിക്കുന്നത് അവിടെയാണ്. പണം സാത്താനായി മാറുകയാണ് ഇവിടെ. പല പ്രസ്ഥാനങ്ങളും പല വ്യക്തി ജീവിതങ്ങളും നശിക്കാനുള്ള കാരണം ഈ പണത്തിൻ്റെ ശരിയായ വിനിയോഗം ശരിയാകാത്തത് കൊണ്ടാണ്. പണം നമ്മൾക്കെല്ലാവർക്കും ആവശ്യമാണ്. പണം ഇല്ല എങ്കിൽ സാധ്യമല്ലെന്നാൽ പണം നമ്മളെ ഭരിക്കരുത്. നമ്മൾ പണത്തെ ഭരിക്കണം. ദൈവം മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ പണം കയറി നമ്മളെ മേയരുത്. നമ്മൾ പണത്തെ സൂക്ഷ്മതയോടെ ചെലവഴിക്കണം. നമുക്കുള്ളതല്ല, ചക്രമാണ്, ഉരുളുന്നതാണ്. ഇന്ന് നമ്മളെ കാണുന്ന നാളെ വേറൊരാളെ കാണും. ആവശ്യമില്ലാത്തത് സൂക്ഷിക്കാൻ രണ്ടുള്ളവരൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നെൻ്റെ കർത്താവ് പറഞ്ഞെങ്കിൽ, ആരോടും ചതിവായി കാപഠ്യം നിറച്ച് വാങ്ങരുതെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിനകത്ത് ചേർത്തെങ്കിൽ, മിടുമിടുക്കനായ യൂദയ്ക്കാണ് പറ്റിയത്. കൃത്യം കണക്കുള്ള യൂദയ്ക്കാണ് പറ്റിയത്. കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന യൂദയ്ക്കാണ് പറ്റിയത്. ഒരു പ്രത്യേക സെക്കൻഡിൽ യൂദയ്ക്ക് തോന്നിയ ഒരു തോന്നലാണ്, എനിക്കൊരു 30 വെള്ളിക്കാശ് കിട്ടും, ഒതുക്കത്തിൽ ആരും അറിയില്ല എന്ന് ചിന്തിച്ചു. ഇല്ല, ഞാൻ നിങ്ങളുമേ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലത്തിൽ പണമെന്ന് മാത്രമല്ല, ഏത് മേഖലകളിലാണോ ഞാനിന്ന് എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ മേഖലകളിലൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഏത് ജോലിയിലാണോ ഏത് ഒരു ദിവസം നമുക്ക് തന്നാൽ ആ ദിവസത്തിൽ കർത്താവിന് പ്രയോജനമുള്ളത് ചെയ്ത് ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിൻ്റെ പക്കൽ ഏൽപ്പിച്ച് മുൻപോട്ട് പോയി കർത്താവിന് പ്രസാദകരമുള്ളത് ചെയ്ത് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആഴ്ചവട്ടത്തിൻ്റെ നാളെ ഒരു പെസഹായിലേക്ക് കടക്കുകയാണ്. ഈ പാഷൻ വീക്കിൽ, ഈ വിശുദ്ധ ആഴ്ചവട്ടം, ഈ ഹോളി വീക്കിൽ, ഈ ബുധനാഴ്ചയിൽ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളിലേക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അർഹതയില്ലാത്ത ഒരു പണമെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഉണ്ടെങ്കിൽ, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനുമാണ്. അത് നിങ്ങളെ നശിപ്പിക്കരുത്, നിങ്ങളെ തകർത്ത് കളയരുത്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി പകർന്ന് പണം ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കരുതേ. ഞങ്ങൾ പണത്തെ ശരിയാവണ്ണം വിനിയോഗിക്കുവാൻ, അങ്ങ് പറഞ്ഞതുപോലെ വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യസന്ധതയാണല്ലോ കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനം. വിശുദ്ധ വേദപുസ്തകത്തിൽ സത്യസന്ധതരായവരെയാണല്ലോ ദൈവം ഉയർത്തിയിരിക്കുന്നത്. കർത്താവേ, ഈ ദുഷ്ടലോകത്തിൽ, ഈ നശിച്ച ലോകത്തിൽ, ഈ സാത്താൻ വാഴുന്ന ഈ ലോകത്തിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന ആർക്കും ഈ ശിക്ഷാവിധി ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള ആത്മഹത്യ പ്രവണത മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായി തകർന്നിരിക്കുമ്പോൾ അവർ യേശുവിനെ അറിയുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ദൈവദിനം പ്രഘോഷിക്കുന്നവർക്കായി സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലന്മാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ,
മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമ ജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ഫോട്ടോഗ്രാഫേഴ്സ്, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പണന്മാരെയും നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.